ആത്മാവിൻ്റെ ഐക്യത ജീവിതത്തിലും സമൂഹത്തിലും സഭയിലും നിലനിർത്തുമ്പോഴാണ് ദൈവാനുഗ്രഹം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുന്നത്. യേശു ഭൂമിയിലായിരുന്നപ്പോൾ തന്നോടുകൂടെ ഇരിക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും രോഗികളെ സൗഖ്യം വരുത്തുവാനുമായി ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. എന്നാൽ അവർ പരസ്പരം തങ്ങളിൽ ആരാണ് വലിയവർ എന്ന് പലപ്പോഴും തർക്കിക്കുകയും വാദിക്കുകയും മത്സരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനേക്കാൾ വളരെ വലിയൊരു തകർച്ചയാണ് ഇന്ന് നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിൽ, വിശേഷാൽ ആത്മീക മണ്ഡലത്തിൽ, സഭകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുവനേക്കാൾ ഒരുവൻ ശ്രേഷ്ഠനെന്ന് എണ്ണേണ്ടതിനു പകരം മറ്റൊരുത്തനെ തരം താഴ്ത്തി കാണിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന ജീവിത സാഹചര്യം. എന്നാൽ എഫേസ്യ ലേഖനം 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൽ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുക. അതെ, ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ നാം ശ്രമിക്കേണ്ടുന്നത് ആവശ്യമാണ്. ഒരുവനോടൊരുവൻ മനഃപൂർവ്വമായി ക്ഷമിക്കുവാൻ തയ്യാറാകുക. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 23-ാം വാക്യം, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത തികഞ്ഞു വരേണ്ടിയിരിക്കുന്നു. അതാ, ഐക്യതയിൽ തികഞ്ഞു വരുന്നവരായിത്തീരുക. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക മനസ്സോടും ഏക ഹൃദയത്തോടും കൂടെ അവർ ഒരുമിച്ച് കൂടി ദൈവത്തെ ആരാധിക്കുവാൻ തയ്യാറായി. അപ്പോസ്തല പ്രവൃത്തി 4:32. വിശ്വാസികളുടെ കൂട്ടമാണ് സഭ. ആ സഭയിൽ ഐക്യതയും സമാധാനവും നിലനിർത്തുക എന്നത് നാം വളരെയധികം ശ്രമിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ്. അല്ലാതെ പരസ്പരം ഛിന്നഭിന്നമായി തകർന്ന് ജീവിതത്തിൽ പരാജയമായി തീരുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പിശാച് നമ്മെ നോക്കി ജയഘോഷം കൊള്ളുവാനല്ല. പിശാച് നമ്മളിലെ ഐക്യത കണ്ടിട്ട് അവൻ ഭയക്കുവാൻ തക്കവണ്ണം ദൈവകൃപയുള്ളവരായി തീരുക എന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമ്മുടേതാകുന്ന വ്യക്തി താല്പര്യങ്ങളെ വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ആത്മീക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ദൈവഭക്തിയിൽ മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.